നിയമസഭയിൽ തുടർച്ചയായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിൻ്റെ ക്ഷീണത്തിലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായും പ്രതിപക്ഷം ഇപ്പോൾ സഭ തന്നെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണല്ലോ പ്രതിപക്ഷം അടിയന്തര പ്രമേയം സാധാരണ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന 4 അടിയന്തര പ്രമേയം 6 ദിവസത്തിനുള്ളിൽ ഈ സഭ ചർച്ച ചെയ്തു. 17 അടിയന്തര പ്രമേയങ്ങൾ ഈ നിയമസഭയുടെ കാലയളവിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത സഭയാണ്. അതിന് ധൈര്യം കാണിച്ച ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് ആത്മവിശ്വാസത്തോടു കൂടി ഏത് വിഷയവും ചർച്ച ചെയ്യാം അതിന് സന്നദ്ധത കാണിക്കുന്ന ഗവൺമെൻറ്റും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രതിപക്ഷവുമാണ്. ഇപ്പോൾ ചർച്ചയിൽ തോറ്റതിന് നടുത്തളത്തിൽ എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ രീതി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ ചർച്ചയിൽ തോറ്റതിന് നടുത്തളത്തിൽ. ഇതാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനം. ഈ സഭാ സമ്മേളനം ആരംഭിച്ച ശേഷം എന്തെല്ലാം നാടകങ്ങൾ പ്രതിപക്ഷം പയറ്റി നോക്കി. 2 പേരെ സത്യാഗ്രഹം ഇരുത്തുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അത് പോലീസ് നയമാകെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ പോലീസിലെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ്. സത്യാഗ്രഹം ഇരുത്തുന്ന കാര്യം സഭയിൽ പ്രഖ്യാപിച്ചു, പുറത്തും പ്രഖ്യാപിച്ചു. സത്യാഗ്രഹം ഇരുന്ന 2 പേര് ആരും അറിയാതെ ഇപ്പോൾ തിരിച്ച് സഭയിൽ വന്നിരിക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിൽ നിർത്തി, എന്തടിസ്ഥാനത്തിലാണ് അവരെ തിരിച്ച് സഭയിൽ വന്നത് എന്നതൊന്നും പ്രതിപക്ഷ നേതാവ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഒരു നാടകം പൊളിയുമ്പോൾ അടുത്ത നാടകം എന്നതാണ്. സത്യാഗ്രഹ നാടകം പൊളിഞ്ഞപ്പോൾ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, നാടകം നടുത്തളത്തിൽ അവതരിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുക എന്നുള്ളതൊക്കെ അപൂർവങ്ങളിൽ അത്യപൂർവമാണ്. കേരള നിയമസഭയിൽ പ്രത്യേകിച്ചു. അത് നോട്ടീസ് പോലും കൊടുക്കാതെ സാധാരണഗതിയിൽ ഒരു നോട്ടീസ് കൊടുത്ത് ചർച്ച ആവശ്യപ്പെട്ട് അതിന് തയ്യാറാവാതെ വരുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഇത് എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട, എല്ലാ തരത്തിലുമുള്ള സമനില തെറ്റിയ പ്രകടനങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ പറയുന്നത് കേട്ടു, രാഷ്ട്രീയകാര്യ സമിതി യോഗമുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സൗകര്യമൊരുക്കുക എന്നതുകൂടിയായിരിക്കും ഉദ്ദേശം. ഇവിടെ ഇരുന്നാൽ എന്തായാലും പ്രതിപക്ഷം തുറന്നു കാണിക്കപ്പെടും. അപ്പോൾ വേഗം തടസ്സപ്പെടുത്തി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാം എന്നതാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളൊരു സമീപനം എന്ന് തോന്നുന്നു. ഇപ്പോൾ 188 ദിവസം ഈ സഭ ചേർന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് 9 ദിവസം മാത്രമാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാതിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്ന പ്രതിപക്ഷം ഇത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്, അവർക്ക് അത്ര ധൈര്യമുണ്ട് എങ്കിൽ എന്തേ നോട്ടീസ് കൊടുക്കാതിരുന്നത്? ഒരു സബ്മിഷൻ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ലല്ലോ. സബ്മിഷനായിട്ട് ഉന്നയിക്കാൻ സാധാരണ അടിയന്തര പ്രമേയം ഇനി അഥവാ അനുവദിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ സബ്മിഷനായിട്ടൊക്കെ ഉന്നയിക്കാൻ ചെയർ അനുവാദം കൊടുത്ത ചരിത്രമുണ്ട്. അതുപോലും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഒരു പുകമറ ഇങ്ങനെ നിർത്തുക എന്നതാണ്. എങ്ങാനും ചർച്ച ചെയ്താൽ പിന്നെ ഈ ആയുധം അതോടെ അവസാനിച്ചല്ലോ. അപ്പോൾ ഈ പുകമറ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത്.